ഹലോ ദേവീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ചിക്കൻ കറി ഉണ്ടാക്കാം. അതിനായിട്ട് ചിക്കൻ ഞാൻ കഴുകി കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, കുരുമുളക് പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. കുറച്ച് ഉപ്പും ചേർത്തിട്ട് പിന്നെ സബോള നന്നായിട്ടൊന്ന് ഒരു മുരിയുന്ന രീതിയിലൊന്ന് ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. കാരണം ഇതിൽ കുറച്ച് മുരിഞ്ഞിട്ട് ചെയ്യണതാണ്. സാധാരണ നമ്മൾ അത്രയധികം മുരിഞ്ഞില്ലെങ്കിലും നമ്മൾ ചിക്കൻ ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ഞാൻ സ്പെഷ്യലായിട്ട് കുറച്ചും കൂടി മുരിച്ചിട്ട് ചെയ്ത് നോക്കാനാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വരട്ടെ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ കളറൊന്ന് പെട്ടെന്ന് മാറി വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൂടിപ്പോയി എന്ന് തോന്നുന്നുണ്ട്. അത് കാരണം കൊണ്ട് നന്നായിട്ട് മിളകൊന്നും ചതഞ്ഞ് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ട് കുറച്ച് മാറ്റിയിട്ട് ചതച്ച് വെക്കാമെന്ന് വിചാരിച്ചു. സ്പൂണുണ്ടൊക്കെ ഉടയ്ക്കാൻ നോക്കി ആദ്യമെങ്കിലും പറ്റിയില്ല. അപ്പോഴേക്കും നമ്മുടെ സബോള അവിടെ ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ബ്രൗൺ കളർ തന്നെയാണ് കേട്ടോ വേണ്ടത്. അതിലേക്ക് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ച മണമൊന്ന് മാറി കിട്ടണം കേട്ടോ. അതിനുവേണ്ടി നന്നായി നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ അവിടെ എണ്ണ ഇടാറായോ എന്ന് ചോദിച്ചും കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിട്ടില്ല, കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞൊന്ന് സമാധാനിപ്പിച്ച് അങ്ങോട്ട് മാറ്റി വെച്ചു. നമ്മുടെ ഈ മിക്സിയിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കനിൽ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് വെച്ചിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ട് ഞാൻ ഇതിലും കൂടെ കുറച്ച് കറിവേപ്പിലൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ള മസാല പൊടികൾ ചേർക്കാനുണ്ട് കേട്ടോ. അതിനായിട്ട് ഞാൻ 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട ശേഷം അതൊന്ന് മൂത്ത് വരണമായിരുന്നു. അതിലേക്ക് കുറച്ച് മുളകും പൊടി ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കനിൽ കുരുമുളക് പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എരി കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ സാദാ നമ്മൾ കറിയിലൊക്കെ ഉപയോഗിക്കുന്ന മുളകും പൊടി തന്നെ ഇട്ടു. പിന്നെ ഞാൻ കാശ്മീരി മുളകും പൊടി കുറച്ച് കൂടുതലായിട്ട് ഇട്ടു കേട്ടോ. കളറും കൂടെ കിട്ടും ചെയ്യും, അധികം എരിവും ഉണ്ടാവുകയും ചെയ്യില്ല. അപ്പോൾ കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവുമല്ലോ, റെഡ് കളറിലൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് അതും കൂടെ ആഡ് ചെയ്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മുരിയുന്ന വരെ, അതായത് മൂത്ത് വരുന്ന വരെ മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത താരം എന്താ, തക്കാളി ഇല്ലാണ്ട് ചിക്കൻ കറി വലിയ ടേസ്റ്റ് വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു അത്യാവശ്യം വലിയൊരു തക്കാളി തന്നെ നോക്കിയിട്ട് ഞാൻ ഇവർക്ക് കൂട്ടായിട്ട് കൊടുത്തു. നല്ലൊരു കളർഫുള്ളായിട്ടോ, റെഡ്, ബ്രൗൺ, ഗ്രീനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. എല്ലാം കൂടി ഒന്ന് നല്ല രീതിക്കൊന്ന് മിക്സായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ച് ഗ്രേവി വേണം. എന്തായാലും നമ്മൾ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം എന്തായാലും ഇതിലേക്ക് ഇറങ്ങി വരും. പക്ഷേ ഇതൊന്ന് കുറുകി വരാനും അതേപോലെ തന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടും ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത ശേഷം ഈ മസാലയ്ക്ക് വേണ്ട കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ചിക്കനോട് ഇനി നിനക്ക് സമയമായി. അങ്ങനെ ചിക്കൻ കുറേശ്ശെയായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഇട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. മസാലയൊക്കെ അതിൻ്റെ മുകളിൽ പിടിക്കുന്ന രീതിയിൽ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തു. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ചു. ഞാൻ ചിക്കൻ തിളയ്ക്കണ നേരം കൊണ്ട് ഞാനൊന്ന് ഫ്രഷ് ആയിട്ടോ. നമുക്ക് ചിക്കൻ തിളച്ചത് നോക്കാം. നല്ല പ്ലേറ്റ് മൂടിയിട്ടാണ് അത് നല്ല എടുത്തിട്ട് ഇങ്ങനെ മാറ്റുകയാണ്. അവിടെ ഇരിക്കട്ടെ. ആഹാ, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. ഒന്നും കൂടി ഇങ്ങനെ കുറുകണം എന്നേ ഉള്ളൂ. നമുക്ക് കുറുകി എടുക്കാം. നല്ല തിളയ്ക്കുന്നുണ്ടല്ലോ അല്ലേ, നന്നായി തിള വരുന്നുണ്ട്. മസാലയൊക്കെ ഇങ്ങനെ പിടിച്ച് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കാം കേട്ടോ. ഇവിടെ ചിക്കൻ തിളയ്ക്കുന്നു, ഇവിടെ ചപ്പാത്തി വേവുന്നു. ഇവിടെ ചിക്കൻ തിളയ്ക്കുന്നു, ഇവിടെ ചപ്പാത്തി വേവുന്നു. ചപ്പാത്തി കഴിക്കഴിഞ്ഞാൽ വേഗം ചൂടോടെ രണ്ടും കൂടിയിട്ട് അങ്ങ് കഴിക്കാം. ഞാൻ എണ്ണയൊന്നും പരട്ടാൻ തന്നെയാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കൽ. അപ്പോൾ ഞാനിവിടെ പരത്തി ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇത് മേടിക്കണതാണെങ്കിൽ അങ്ങനെ തന്നെ. അങ്ങനെ ചപ്പാത്തിയൊക്കെ റെഡിയായി. നല്ല ചൂട് ചപ്പാത്തിയും ചൂട് ചിക്കൻ കറിയൊക്കെ ആയിട്ട് കഴിക്കാൻ പോവാണ്. പിന്നെ ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഞാൻ കാപ്പിയാണ് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതും ശർക്കര കാപ്പിയായിരുന്നു.
നല്ല ടേസ്റ്റാണ് ശർക്കര കാപ്പി. ഇതെല്ലാം കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ബൈ.